റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഇതിലൊരു നാഗേഷിനെ കുറിച്ചും കൽപേഷിനെ കുറിച്ചും ചർച്ചയുണ്ടായിരുന്നു. ആ നാഗേഷും കൽപേഷും തന്റെ സ്പോൺസർമാരാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തിരുന്നു. പക്ഷെ അവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ബുദ്ധിപൂർവ്വം ഒരു കളം ഉപയോഗിച്ചു. അത് നാഗേഷല്ല, പകരം നരേഷാണെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു. ഏത് നരേഷ് എന്നല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ സൂക്ഷിച്ചത് നരേഷ് ആണെന്നാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ ആരാണ് നരേഷ്? അപ്പോൾ ആരാണ് നാഗേഷ്? നാഗേഷ് എന്നൊരാളേ ഇല്ല എന്നുള്ളതാണ്. നാഗേഷ് എന്ന പേര് പോറ്റി പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. അനന്ത സുബ്രഹ്മണ്യത്തിന്റെ മൊഴിയിൽ നിന്നാണ് ഈ കണ്ടെത്തൽ. സ്വർണത്തിന്റെയും ചെമ്പിന്റെയും പണി ചെയ്യുന്നയാളെന്നാണ് നിഗമനം. നരേഷിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണുള്ളത്. ഒന്നിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹരിമോഹനും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട് തത്സമയം. ആദ്യം ഞാൻ ഹരിയിലേക്ക് പോകുന്നു. ഹരി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നും നമ്മൾ പുറത്തുവിടുന്നത്. നാഗേഷ് 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 എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് മുഴുവൻ ഒരു നരേഷിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പേര് പോലും മാറ്റിയുള്ള വിദഗ്ധമായൊരു തന്ത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയോഗിച്ചത്. അത് SIT പൊളിച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഹരി, അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് SIT എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് തുടക്കം മുതൽക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാഗേഷ് എന്ന് പറയുന്ന പേര്, കൽപേഷ് എന്ന് പറയുന്ന പേര് മുമ്പിലോ പുറകിലോ മറ്റു ആളുകളൊന്നുമില്ല. അതുപോലെ തന്നെ അവരുടെ കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ SIT പുറത്തുവിടുന്നുണ്ടായില്ല. തുടക്കം മുതൽക്ക് SITക്കും ഈ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ നാഗേഷ് എന്ന് പറയുന്ന പേര് കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ ദിവസങ്ങളായി SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം അനന്ത സുബ്രഹ്മണ്യം, അതായത് ശബരിമലയിലെ മറ്റൊരു സ്പോൺസറും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുമായ അനന്ത സുബ്രഹ്മണ്യത്തെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് നാഗേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവിടെ ഇല്ല, മറിച്ച് അത് നരേഷാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. നരേഷ് എന്ന് പറയുന്നത് ഹൈദരാബാദിൽ സ്വർണവും ചെമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പണികൾ നടത്തുന്ന, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് SIT കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നാഗേഷ് അല്ല, നരേഷാണ് ഈ പാളികൾ 39 ദിവസം ഹൈദരാബാദിൽ സൂക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നാഗേഷ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നാഗേഷ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു എന്ന് SIT പരിശോധിക്കുമ്പോഴാണ് അതിനകത്ത് ട്വിസ്റ്റ് വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ തുടക്കം മുതൽക്ക് ഈ നാഗേഷ് എന്ന് പറയുന്ന പേര് പറഞ്ഞു വരുന്നത്. ആ നാഗേഷ് എന്ന് പേര് പറയാൻ തന്നെ കാരണം അന്വേഷണത്തിന്റെ മുഴുവൻ വഴിയും അല്ലെങ്കിൽ അത് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു പോറ്റി നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാഗേഷ് എന്ന് പറയുന്ന പേരില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ SIT സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മറിച്ച് അത് നരേഷാണ്. നരേഷിനെ കുറിച്ചുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് SITക്ക്. തുടരണം ഹരി. ഇപ്പോൾ പ്രവീൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, ഗുഡ് മോർണിംഗ്. പ്രവീൺ, മുരാരിയെ കൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. മുരാരിയെ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും വേണം, അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. അതെ, SITക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്ന് മാധ്യമങ്ങൾ പ്രതികരണത്തിന് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം വാ തുറക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് ഈ ശബരിമല വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞത് ചെമ്പ് പാളി ഉള്ള, അല്ലെങ്കിൽ ചെമ്പ് പാളി എന്നതിനെ ചെമ്പുപാളി എന്നല്ലാതെ പിന്നെ സ്വർണം പാളി എന്ന് എഴുതണോ? അങ്ങനെയെങ്കിൽ അത്രയും തൂക്കത്തിലുള്ള സ്വർണമൊക്കെ താൻ കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള മറുപടിയൊക്കെ നാം ആദ്യഘട്ടത്തിൽ മുരാരി ബാബുവിൽ നിന്നും കേട്ടതാണ്. അതായത് ചെമ്പുപാളിക്ക് മുകളിൽ സ്വർണം പൊതിഞ്ഞതായിരുന്നു. അത് സ്വർണം പൊതിഞ്ഞു എന്ന വാക്കവിടെ ഉപയോഗിക്കാതെ വെറും ചെമ്പുപാളി എന്ന് മാത്രം എഴുതി. അതിനുള്ള ന്യായീകരണം അന്ന് അദ്ദേഹം പറഞ്ഞത് അത് ചെമ്പുപാളിയാണല്ലോ, പിന്നെ താൻ എങ്ങനെയാണ് സ്വർണ്ണപ്പാളി എന്ന് എഴുതുക എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് നാം അതിന്റെ ഘട്ടങ്ങളൊക്കെ മാറുന്നത് കണ്ടു. അദ്ദേഹം അറസ്റ്റിലാകുന്നു. ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് ഇന്ന് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുവരും. കസ്റ്റഡി അപേക്ഷ അപ്പോൾ SIT നൽകിയിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. SIT കൂടുതൽ മൊഴിയൊക്കെ ഇദ്ദേഹത്തിൽ നിന്നും എടുക്കാൻ ഇനിയുള്ള മണിക്കൂറുകളിൽ ശ്രമിക്കും. അത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ നടക്കും. ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ ആദ്യം എന്തുകൊണ്ടാണ് ചെമ്പുപാളി എന്ന് എഴുതിയത്, അത് മനഃപൂർവ്വമാണ് എന്നുള്ളത് SITക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SITക്ക് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും കോടതിയിലേക്ക്, റാന്നി കോടതിയിലേക്ക് ഇന്ന് മുരാരി ബാബുവിനെ എത്തിക്കും. താങ്ക് യു പ്രവീൺ, താങ്ക് യു ഹരി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അപ്പോൾ ഇനി നാഗേഷ് എന്നൊരു കഥാപാത്രമില്ല. അയാൾ നാഗേഷ് അല്ല, നരേഷ് ആയിരുന്നു. അവിടെയും പോറ്റിയുടെ ബുദ്ധി അല്ലേ? അപാര ബുദ്ധിയാ, കാഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ.